ഇതിലുള്ളതാ. ഇത് ജീവിതം പോലെ തന്നെ ഒരുപാട് യാതനകളും വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞത് തന്നെയാണ് സിനിമാ മേഖല. തനിച്ച് ഫൈറ്റ് ചെയ്യുന്ന സാര കാര്യമാണോ അത്? ഒരിക്കലുമല്ല. ഒരു സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ വന്നാൽ, സിനിമ നടനായാൽ, ഒരു സിനിമ കൊണ്ടോ 2 സിനിമ കൊണ്ടോ 10 സിനിമ കൊണ്ടോ ഒന്നും അലച്ചിൽ തീരില്ല. നമ്മൾ സിനിമ നമ്മുടെ മരണം വരെ ആഗ്രഹിക്കുന്നുണ്ടോ, ആ അലച്ചിൽ അവിടം വരെ ഉണ്ടാവും. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ചാൻസ് ചോദിക്കലുണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനോ എൻ്റെ ലൈഫിൽ ആരും ഉണ്ടായിട്ടില്ല സിനിമയ്ക്ക്. എൻ്റെ ചോദ്യം അടുത്ത് ഇത്രയേ ഉള്ളൂ, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് അടുത്ത സിനിമ എനിക്ക് കിട്ടുമോ? കയ്യടി കിട്ടുമോ? WCC ഉണ്ടല്ലോ, സ്ത്രീകളുടെ കൂട്ടായ്മ, അതിനൊക്കെ എങ്ങനെ കാണുന്നത്? ഞാനിപ്പോ നിങ്ങളെ കത്തിക്കാൻ നമ്മളതിന് കാര്യങ്ങൾ പണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദുബായിൽ പോയിട്ട് ജോലി എടുക്കാൻ പോയ ആളാ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ അമ്മ ദുബായി കിട്ടും, നീ രക്ഷപ്പെട്, പണിയെടുക്ക് പോയിട്ട്. അന്ന് വലിയ വിദ്യാഭ്യാസമായിട്ടൊന്നുമല്ല, ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ, കല്യാണം കഴിക്കണ്ടേ, വീട് വെക്കണ്ടേ, പോയി രക്ഷപ്പെട്. പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായ യുവനടനാണ് മനു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിലൂടെ തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. എന്തൊക്കെയാണ് മനു പുതിയ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ? കുറേ ആയില്ലേ സിനിമയിൽ അല്ലേ? കുറച്ചായി. എൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പഠനം, അതുമായിട്ടുള്ള ഒരുപാട് ഇൻട്രാക്ഷൻസ് അതൊക്കെയായിട്ട് മുന്നോട്ട്. ഏതാണ് ആ പ്രോജക്റ്റ്? അത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു 1000 Babies എന്ന് പറയുന്ന വെബ് സീരീസ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു സീരീസാണ് 1000 Babies. അതെ, ഇതാണ് എൻ്റെ സന്തോഷം. അങ്ങനെ ഒരു നിർമ്മാണ കമ്പനിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയ ഒരു യുവ നടനെ സംബന്ധിച്ച് വലിയ ഭാഗ്യമല്ലേ? ചെറിയ കാര്യമല്ല. ഞാൻ അതിന് ആദ്യം തന്നെ മുകളിൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഞാനൊരു ടൂർണമെന്റ് മുതൽ ഇവിടെയുള്ള ട്രാവൽ വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് എന്നെ തേടിയെത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇതെന്തോ എൻ്റെ 10-15 സിനിമകൾ ചെയ്തില്ലേ അല്ലേ? ചെയ്തിരുന്നു. അതെല്ലാം നല്ല ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു, നല്ല കഥാപാത്രങ്ങളായിരുന്നു. നല്ല കഥ. ഓരോ സിനിമ വരുമ്പോൾ ഇത് മികച്ചതാവും എന്നുള്ള ഒരു ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. പിന്നീട് സംഭവിക്കുന്നതൊക്കെ അതിൻ്റെതായ കാരണമാണ്. അതെ, തീർച്ചയായിട്ടും. ടൂർണമെന്റ് മുതൽ ഇത്ര സിനിമകൾ ചെയ്തു. ഇതെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു കാലത്ത് ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രിയമായിരുന്ന ശ്രീ റഹ്മാൻക്കോടൊപ്പം അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ലൈഫ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന് മുകളിൽ നീന മുക്ത മാം ഉണ്ട്. അപ്പോൾ വന്ന ട്രാവൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുവിധം വലിയ ആളുകളുടെ ഒപ്പം തന്നെ നല്ല സിനിമകളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിന് വലിയ സന്തോഷമുണ്ട് എനിക്ക്. എന്നിട്ടും ഒരു മുഖ്യധാരയിലേക്ക് വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ കടമ്പകൾ കടന്ന് മുന്നോട്ട് വരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തീർച്ചയായിട്ടും സിനിമയിലെ മുഖ്യ കടമ്പകളിലേക്ക് എത്താനായിട്ട് തടസ്സങ്ങൾ, ഒരു പരിധി വരെ തടസ്സങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ മാറ്റി കഴിച്ചുകൊണ്ടാണ് എല്ലാവരും സ്റ്റാർ ആയിട്ടുള്ളതും സിനിമയിൽ നിലനിൽക്കുന്നതും. എന്നെ സംബന്ധിച്ച് എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. അത് തരണം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ, ഞാൻ സിനിമയിൽ വന്നിട്ട് ഏകദേശം 10-18 വർഷത്തോളമായി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഖ്യധാരയിൽ എത്താനുള്ള എൻ്റെ ഓട്ടത്തിലാണ് ഞാൻ. അതിലൊരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നേരിടുന്നത് പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും. എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങൾ ഉദ്ദേശിക്കണം എന്തൊക്കെയാണ്? എങ്ങനെ മനുവിനെ നേരിടുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്? എന്താ തടസ്സങ്ങൾ? ഒരു നല്ല താരപദവിയിലേക്ക് വരാൻ എന്താ തടസ്സം വരുന്നത്? സിനിമകൾ അഭിനയിച്ചിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് സിനിമയ്ക്ക് അതൊരു ഗോഡ് ഫാദർ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെതായ സ്വപ്നങ്ങളിലൂടെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്ത് ഒരുപാട് സ്കൂൾ കലാപരിപാടികളിലൂടെയൊക്കെയാണ് അങ്ങനെ സ്റ്റെപ്പ് ബൈ വന്ന ഒരാളാണ് ഞാൻ സിനിമയ്ക്കകത്ത്. അതെ, അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനോ എൻ്റെ ലൈഫിൽ ആരും ഉണ്ടായിട്ടില്ല സിനിമയ്ക്ക്. അങ്ങനെ ഉള്ളവരുണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരുപാട് സിനിമ വ്യക്തികൾ നമ്മുടെ സിനിമാ ജീവിതത്തിലുണ്ട്. എൻ്റെ കാര്യം നോക്കുമ്പോൾ എനിക്ക് പുഷായിട്ടുള്ളത് ഞാൻ തന്നെയാണ്, വേറെ ആരും എനിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും.
മുഖ്യധാര നേരത്തെ പറഞ്ഞ പോലെ മുഖ്യധാരയിലേക്ക് എത്താൻ അതിന് കുറച്ച് ചിലപ്പോൾ സമയം എടുത്തിരിക്കും. ആ സമയം നന്നാക്കാനുള്ള ഓട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ. ആണല്ലേ. എന്തെങ്കിലും ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുടെയും പിൻബലമില്ലായിരുന്നു അല്ലേ? അതെ. സിനിമയിൽ അങ്ങനെ ഒരു സൗഹൃദങ്ങൾ കൂട്ടായ്മയുള്ള ഭാഗമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ, എന്റെ സിനിമ ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കൊച്ചുകുട്ടിയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സിനിമ എന്താണെന്ന്, ആളുകൾ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊരു കൊച്ചു ബന്ധം അല്ലെങ്കിൽ എന്നെ ആ സിനിമയിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ധൈര്യമായിട്ട് പറയാനുള്ള കുറച്ച് ബന്ധങ്ങൾ ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒക്കെ ഭാഗം തന്നെയാണ് ഈ പറയുന്ന 1000 ബേബീസും. അതിലേക്കുള്ളൊരു വഴികൾ എങ്ങനെയായിരുന്നു ഈ പുതിയ സിനിമയായിട്ട് ബന്ധപ്പെട്ട്? ഏതാ 1000 ബേബീസ് ആണ്? അതെ അതെ. 1000 ബേബീസ് എന്ന് പറയുമ്പോൾ 1000 ബേബീസ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് നജീങ്കോയാണ്. നജീക്ക ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഉള്ള വലയത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കിതിൽ ചെയ്യാൻ പറ്റിയത്. ഇക്ക എന്റെ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ ഫിലിം ഫ്രൈഡേ ആണ്. ഫ്രൈഡേ റൈറ്റർ ആയിരുന്നു. അവിടെ നിന്ന് നജീക്ക ഒരുപാട് സിനിമകൾ അത് എഴുതി ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അന്ന് മുതൽ ഇക്കയുടെ മനസ്സിൽ മേ ബി ഉണ്ടായിരിക്കും. അപ്പൊ ഇതില് വന്നപ്പോ ഇങ്ങനെ ഒരു എന്റെ അടുത്ത് പറഞ്ഞ ഭയങ്കര സസ്പെൻസ് ആക്കി വെച്ച ഒരു റോളാണ്. അപ്പോൾ കോവിഡ് കാലത്ത് എല്ലാവരും കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മളും അതിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ പീക്ക് ടൈമിലാണ് ഇതിന്റെ റൈറ്ററായ ആറോസിനെ ഞാൻ വിളിക്കുന്നത്. പറ്റാണ്ടായി, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു 2-3 ദിവസം എനിക്ക് സമയം എന്താ, നിനക്കൊരു ഹാപ്പി ന്യൂസ് ഞാൻ തരാം. ഇവര് അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ. 1000 ബേബീസിൽ ഞാനുണ്ടെന്നുള്ള കാര്യം. 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്തു. അതുവരെ കുറെ നാളുകൾ വിളിക്കാത്ത ഇതിന്റെ ഡയറക്ടർ നജീങ്കോയെ എന്റെ ഫോണിലേക്ക് വിളിച്ചു. എവിടെയുണ്ട്, എന്താ വിശേഷം ചോദിച്ചു. വളരെ നല്ല വിശേഷമാണ്, പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. ഇങ്ങനെ ഒരു സാധനമുണ്ട്, എന്താണ് വെബ് സീരീസ് എന്നോ എന്താണ് 1000 ബേബീസ് എന്നോ ഇതിനെക്കുറിച്ചുള്ള ഒന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ സിനിമയിൽ ജോലി ചെയ്യുന്നു, എനിക്കൊന്ന് സീരീസിന്റെ കാലഘട്ടം തന്നെ ഈ കുറച്ച് നാളുകളായിട്ടുള്ളൂ. നമ്മുടെ തീർച്ചയായിട്ടും വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇങ്ങനെ സാധനം വന്നിട്ടുണ്ട്, ഇനി സങ്കടമൊന്നും പെടണ്ട, അതിനകത്തൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ആ സമയത്തൊരു അനുഗ്രഹമായി. തീർച്ചയായിട്ടും നജീക്കട വിളി വല്ലാത്ത അനുഗ്രഹമായി എനിക്ക്. അങ്ങനെ ഞാൻ അത്രയേറെ മാനസിക വിഷമത്തിലായിരുന്നു. അങ്ങനെ സംഭവിച്ച ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഞാൻ ആദ്യ സിനിമ ചെയ്യുമ്പോഴും എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തേക്കാൾ കുറച്ച് മെച്ചയുടെ ഒരു ക്യാരക്ടർ ചെയ്ത് കാണിക്കണം. കാരണം നമ്മൾ മുന്നിൽ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്നാണ് എനിക്കത് വരിക, അല്ലെങ്കിൽ എന്നാ ഞാൻ അതിലേക്ക് എത്തുക, ആ ടീമിലേക്ക് എന്നെത്തുക, അല്ലെങ്കിൽ ആ ഒരു സിനിമ എന്ന് എൻ്റെ കയ്യിലേക്ക് വരാമെന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു. പക്ഷെ എനിക്ക് അതിന് വേണ്ടി വന്നത് 10-18-19 വർഷം എടുത്തു ഞാൻ ഇതിലേക്ക് എത്താനായിട്ട്. ഇന്ന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആണ്, ഞാൻ കുറച്ച് ബ്ലെസ്സിങ്ങളാണ്. നന്നായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഒരു ആത്മവിശ്വാസം അല്ലേ? പിന്നെ സാധാരണ പോലെ ഈ പറഞ്ഞ ആരുടെയെങ്കിലും കെയർ ഓഫിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിൻ്റെയും പുറത്തല്ല മനു സിനിമയിലേക്ക് വരുന്നത്. ഒരിക്കലുമല്ല. സിനിമ വല്ലാതൊരു പാഷനായിട്ട് കൊണ്ടു നടന്നിട്ട് ഒരുപാട് അലഞ്ഞൊരാളാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും അലയുന്നൊക്കെ കേട്ടോ. അലച്ചൽ എനിക്ക് തോന്നുന്നു, ഒരു സിനിമ ആഗ്രഹിച്ച് സിനിമയിൽ വന്നാൽ, സിനിമ നടനായാൽ, ഒരു സിനിമ കൊണ്ടോ 2 സിനിമ കൊണ്ടോ 10 സിനിമ കൊണ്ടോ ഒന്നും അലച്ചിൽ തീരില്ല. നമ്മൾ സിനിമ നമ്മുടെ മരണം വരെ ആഗ്രഹിക്കുന്നുണ്ടോ, ആ അലച്ചിൽ അവിടം വരെ ഉണ്ടാവും. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ചാൻസ് ചോദിക്കലുണ്ടാവും. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് മോശം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാം. അലച്ചിൽ തീരില്ല ഒരിക്കലും. എങ്കിലും ആദ്യകാലത്ത് അലച്ചിരിപ്പോ ഇല്ല അല്ലേ? സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ അതിൽ ഉൾക്കൊള്ളില്ല. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ടൂർണമെന്റ് എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ടൂർണമെന്റ് എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഞാൻ ഓഡിഷൻസിന് പോയിട്ടുണ്ട്, ഒരുപാട് ഓഡിഷൻസിന് പോയിട്ടുണ്ട്. സിനിമ ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടു, ഒരുപാട് അതിനു വേണ്ടി നടന്നു, തയ്ച്ചു. ആ ഒരു സിനിമ ചെയ്യാനായിട്ട് എടുത്ത എഫേർട്ടിന്റെ ഒരു 10 മടങ്ങാണ് ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ സിനിമ നമുക്ക് ചെയ്യാൻ പ്രശ്നമില്ല, അത് കഴിഞ്ഞു വരുന്ന ഒരു യാത്രയുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മളിതിൽ സക്സസ് ആകുമ്പോഴാണല്ലോ നമ്മുടെ ഉറ്റവരും ഉടയവരൊക്കെ കൂടെ ഉണ്ടാവുക. പക്ഷെ ഇത് എല്ലാം ഓക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവണമെന്നില്ല. അന്ന് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് സിനിമയുടെ. അവരകന്ന് പോകുന്നതാണ് പറയണല്ലേ? തീർച്ചയായിട്ടും. കാരണം ആരും ആരുടേതായ ഒരു ടൈം പീരീഡ് ഉണ്ട് എല്ലാവർക്കും, അതെല്ലാവരും നോക്കി കാണുള്ളൂ.
അതുവരെ നമ്മളെ കാത്തു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മനു ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ജീവിതത്തിൽ നല്ല സമയത്ത് ഒപ്പം ഉണ്ടായിരുന്നവർ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അകന്നു പോകുന്നതാണ്. തീർച്ചയായിട്ടും 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 അതായിരിക്കണല്ലോ സിനിമ. നല്ല ബന്ധങ്ങളിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ ശരിക്കും, എനിക്ക് തോന്നുന്നു. മേ ബി ആയിരിക്കാം, നല്ല ബന്ധങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. നല്ല ബന്ധങ്ങളായിട്ടായിരിക്കുമല്ലോ എല്ലാവരും നമ്മുടെ കൂടുന്നത്. എനിക്ക് അങ്ങനെ കുറച്ച് ബന്ധങ്ങളുണ്ടായി. പറയുന്ന പോലെ നമ്മുടെ മോശം സമയത്ത് ഉണ്ടാവേണ്ട ആളുകൾ നമ്മുടെ നല്ല സമയത്ത് ഉണ്ടാവും. എനിക്കത് വിശ്വാസം, എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു മോശം സമയത്ത് ഉണ്ടാവുന്ന ആളുകൾ തന്നെയായിരിക്കും നല്ല സമയത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും. മോശം സമയത്ത് വരുന്നവരാണ് എപ്പോഴും നമ്മളുടെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ചേർത്ത് പിടിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരല്ലേ. അങ്ങനെ തന്നെയാണ്. അല്ല, അങ്ങനെ ഒരു മനസ്സ് തട്ടുന്ന എന്താ അങ്ങനെ ഒരു പ്രയാസം തോന്നാൻ കാര്യം? അങ്ങനെ വല്ല പ്രിയപ്പെട്ടവരവർ അകന്നു പോയോ ഈ സിനിമയിലെ? അകന്നു പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അകന്നു പോകുന്നവര് പോകും, നമ്മളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സിനിമയെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നതാണ്. ഇതൊരു യാത്രയാണ് സിനിമ. ഇത് എവിടെ നമ്മൾ വന്ന് നിൽക്കുവോ അല്ലെങ്കിൽ എവിടെ നമ്മൾ സക്സസ് ആവും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ എവിടുന്ന് തുടങ്ങിയതാണ്. എനിക്ക് ഈ ടൂർണമെന്റിൽ അവിടുന്ന് മുന്നേ ഞാൻ തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ആൽബങ്ങളൊക്കെ തുടങ്ങി അവിടുന്ന് വന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇതിന്റെ യാത്ര എവിടെയും നമുക്ക് അവസാനിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അലച്ചിലുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഈ പറയുന്ന തെരച്ചിലുകൾ ആവശ്യമുണ്ടോ? ഇത് തന്നെയാണ്. ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സിനിമയിൽ നമ്മൾ വരാൻ പ്രാപ്തനാണോ? നമ്മുടെ മനസ്സ് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അലച്ചിൽ ഒരിക്കലും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മരിക്കണം. മരണം വരെ സിനിമയിലേക്കുള്ള യാത്ര നിരന്തരമായ ഒരു പ്രയാണം പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. അതിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഇനി കൂടെ വരുമെന്നോ ഉള്ള ചിന്തയൊന്നും ഇതിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ ആദ്യകാലങ്ങളിൽ ഈ ട്രിവാൻഡ്രത്തൊക്കെ പോയി അലഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതൊക്കെ പിന്നീട് ഓർക്കുമ്പോൾ സങ്കടമാണോ അതോ? സങ്കടത്തിനുപരി എനിക്കിപ്പോ അതൊരു ഭയങ്കര സന്തോഷം അതുമായിട്ട് തോന്നുന്ന കാര്യം. അതായത് അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക സങ്കടങ്ങളും അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ ഒരു സുഖമാണ്, ഒരു സുഖമുള്ളൊരു മൊമെന്റാ. നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ ലോകത്തേക്ക് പോകും. അല്ലെങ്കിൽ നല്ലൊരു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മൊമെന്റ്, നല്ല കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ നല്ല കാലഘട്ടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് ആലോചിക്കുമ്പോൾ അത് നല്ല കാലഘട്ടം ആയിരുന്നില്ല, ഭയങ്കര ദുരിതം നിറഞ്ഞ ദുഃഖങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടങ്ങളിലൂടെ. തീർച്ചയായിട്ടും നമ്മുടെ സിനിമയിലേക്ക് മോഹമായിരുന്നു അല്ലേ? അതെ 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 അതെ. അതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടത്. ഒരുപാട് അല്ലേ? പിന്നെ ഒരുപാടെന്ന് പറഞ്ഞാൽ അതിനൊരു അറ്റം ഇല്ല കേട്ടാ. നമ്മൾ അതേപോലെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഒന്ന് പുതിയ പ്രേക്ഷകർക്കൊന്ന് പറയാൻ വേണ്ടി ആ ഒരു അലച്ചിലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ഒരുപാട് ആയിക്കോട്ടെ, പുതിയ ആൾക്കാരെ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ ആൽബം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിവേദ്യമായിരുന്നു ഞാൻ ചെയ്യേണ്ട സിനിമ. അങ്ങനെ നിവേദ്യം അങ്ങനെ ഒഴിവായി പോയാണോ? ഇല്ല, ഞാൻ അന്നൊരു കൊച്ചും വളരെ മെലിഞ്ഞിട്ടൊരു പയ്യനായിരുന്നു. അപ്പൊ ലോകി സർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു കുറച്ചും കൂടി ഒരു നമ്പൂതിരിനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സിനിമ അങ്ങനെ പോയി. നീലത്താമരയ്ക്ക് വേണ്ടി എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MT സാറിനൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്ക് വിളി വന്നു നീലത്താമരയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കോഴിക്കോടുള്ള ഫോർച്യൂൺ ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ സാറുണ്ട്, സംസാരിച്ചു. അപ്പോഴും നമ്മളൊരു കൊച്ചുകുട്ടിയാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് അതങ്ങനെ പോയി. പ്രായമാണ് 2 പടത്തിൽ നിന്ന് 3 പടമാണ് കഴിയുന്നത്. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഫിലിം. ശരി. അപ്പൊ അതിനകത്ത് ഫാമിലിപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് വീണ്ടും അത് അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സിനിമ ഇനി ലൈഫിൽ ഇല്ല. മലർവാടി എന്താ പോരാൻ കാര്യം? ഒഴിവാകാനുള്ള സാഹചര്യം എന്തായിരുന്നു? പ്രായമല്ല, നമുക്ക് കുറച്ച് ഈ പറയുന്ന ഫാമിലിപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെതായിട്ട് നമുക്ക് അങ്ങനെ എത്തിപ്പെടാൻ ഒഴിവാക്കേണ്ടി വന്നത്. അവിടെ അങ്ങോട്ട് സിനിമ എനിക്കറിയാം. ഇപ്പൊ സിനിമ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, പോവാം. അങ്ങനെ ദുബായിക്ക് പോയി. ദുബായിൽ വന്നിട്ട് സിനിമ ജോലി നോക്കാൻ പറ്റിയില്ല. ഉള്ളിൽ നിറയെ സിനിമയാണ്. അങ്ങനെ അവിടെ നിന്ന് 1 മാസം കഴിയുമ്പോൾ തിരിച്ചു വന്നു. ഇവിടുന്ന് നാട് വിട്ടു. എല്ലാവരും ചെന്നൈക്ക് നാട് വിടുമ്പോൾ ഞാൻ പേപ്പറിൽ ജോലിയൊക്കെ നോക്കി തിരുവനന്തപുരത്തേക്ക് നാട് വിടുന്നു. അങ്ങനെ പത്മനാഭക്ഷേത്രം, ഒരു ഐസ്ക്രീം പാർലർ, അങ്ങനെ അവിടെയൊക്കെ നോക്കി കുറെ കറങ്ങി. ഇതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എന്നെ പൊക്കി വീട്ടിലേക്ക് അയച്ചു. അങ്ങനെയാണ് ടൂർണമെന്റ് ഓഡിഷൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത്. നമുക്കത് എതിർപ്പുണ്ടായിരുന്നല്ലേ? എൻ്റെ വീട്ടിൽ ഇപ്പോഴും സിനിമ എതിർപ്പ് തന്നെ. എനിക്ക് അത് പറയുമ്പോൾ ഭയങ്കര അഭിമാനമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അമ്മ അധികം സിനിമ കാണാറില്ല. അമ്മ ഈ പറയുന്ന പോലെ സിനിമ കാണുന്നുണ്ടെങ്കിൽ എന്റെയാണ്, എനിക്ക് സിനിമയാണെങ്കിൽ ഇല്ല. ഞാൻ വല്ലപ്പോഴും സിനിമ ചെയ്യുന്ന ഒരാളാണ്. പിന്നെയുള്ള എൻ്റെ അമ്മുമ്മ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഫാമിലി. അപ്പോൾ അമ്മ ഈ പറയുന്ന പോലെ എൻ്റെ ഹാർഡ് വർക്കും സ്ട്രഗിളും കണ്ടിട്ടാണ് അമ്മ ഈ പറയുന്ന പോലെ സിനിമയ്ക്ക്
സിനിമ അതുപോലെ ഭയങ്കര എന്താ പറയാ, എൻ്റെ ഒരു ആഗ്രഹം അമ്മയ്ക്ക് സിനിമയ്ക്കില്ല. അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടുകൾ കേൾക്കാനാണ്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അമ്മ കേൾക്കുന്ന പാട്ടാ. അപ്പോൾ ഈ പറയുന്നത് മനു ഈ പറഞ്ഞ സിനിമയിൽ നല്ല താരമായിട്ട് വരാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നാണ്, സിനിമയിൽ തുടരണ്ട. തീർച്ചയായിട്ടും നിന്റെ ജോലി അതാണ്, നീ എന്ത് ചെയ്തത്? ഞാൻ അമ്മയുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോഴും സപ്പോർട്ടൊക്കെ ആയിട്ട് അമ്മ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അമ്മ തന്നെയാണ് നോക്കുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും. അമ്മയും മമ്മിയും തന്നെയാണ് നോക്കുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ അമ്മ സിനിമ അങ്ങനെ വാച്ച് ചെയ്യാറില്ല. പിന്നെ അതുപോലെ നല്ല കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ കുറെ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതെ, അത്ര തന്നെ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനിതാരെയും ഹേർട്ടാക്കാനോ അല്ലെങ്കിൽ ഞാൻ പരാമർശിക്കുന്നൊന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു 2 വർഷത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഒരാളാണ്. ആ 2 വർഷം എനിക്ക് വന്ന സിനിമകൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ അത്തരം സിനിമകൾ ഞാൻ ചെയ്തിരുന്നില്ല ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു താര പദവിയിലേക്ക് എത്തിയേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്തരം വലിയ വലിയ വ്യക്തികളുടെ സിനിമകൾ എന്നെ തേടി വന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ആ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. സിനിമയുടേതായ കുറേ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ വ്യക്തിയൊന്നോ അല്ലെങ്കിൽ സിനിമ ഒന്നും ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഇതിങ്ങനെയാണ്. ഇപ്പോൾ സിനിമ നമ്മുടെ ലാംഗ്വേജിൽ മാത്രമല്ല, എല്ലാ ലാംഗ്വേജിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. എല്ലാ ആളുകളും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പുതിയ കാര്യങ്ങളല്ല ഇവിടെ, ഒരിക്കലും അല്ല. ഇത് എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം എല്ലായിടത്തും മനുഷ്യർ തന്നെയാണല്ലോ സിനിമ ചെയ്യുന്നത്. അപ്പം ഇതെല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ ഒരാളെ നോക്കി കാണിച്ച് ആളങ്ങനെ ചെയ്തു, ഇതൊന്നും എനിക്ക് പരാമർശിക്കാൻ പറ്റില്ല. ഇതിലുള്ളതാ. ഇത് ജീവിതം പോലെ തന്നെ ഒരുപാട് യാതനകളും വേദനകളും ഒരുപാട് പ്രശ്നങ്ങളും നിറഞ്ഞത് തന്നെയാണ് സിനിമാ മേഖല. അത് നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് എത്തുക എന്നുള്ളത് തനിച്ച് ഫൈറ്റ് ചെയ്യുന്ന സാര കാര്യമാണോ? അത് ഒരിക്കലും അല്ല. നമ്മുടെ ആത്മബലം കൊണ്ട് നമ്മൾ പോകുന്നു എന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ മനു സങ്കടപ്പെട്ടിരിക്കുകയാണ്, മനുവിന് സിനിമയില്ല, മനുവിന് ഒരു സിനിമ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇതൊരു നല്ല സിനിമയാണ്, മനുവിനെ വിളിച്ച് ആ ക്യാരക്ടർ കൊടുത്ത് നന്നാവും, ഇങ്ങനെയൊന്നും ഒരാളും പറയില്ല. എനിക്ക് ഏറ്റവും ഇപ്പൊ എനിക്ക് പറഞ്ഞപ്പോൾ രസകരമായ ഒരു സംഭവം എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത്, ഞാൻ അതിന്റെ പേര് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ, ലോകം എമ്പാടും പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് സിനിമയല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഒരു വരുമാനം ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് ജീവിക്കുന്ന ആളാണ്. എൻ്റെ കൊച്ചു ജീവിതം, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു ചെലവുകൾ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചു ട്രാവൽ, എൻ്റെ കൊച്ചു സ്വപ്നങ്ങൾ, എൻ്റെ കൊച്ചു ഇഷ്ടങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മലയാളത്തിൽ വലിയൊരു പ്രൊഡ്യൂസർ, ഞാൻ വിളിച്ച ഫോൺ എടുക്കാത്ത ഒരാൾ കോവിഡ് കാലത്ത് തന്നെ വിളിച്ചിരിക്കാൻ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, നിരന്തരമായിട്ട് ഞാൻ വിളിക്കുന്ന ഈ വ്യക്തി എൻ്റെ ഫോണിലേക്ക് വിളിക്കേ, എടുത്തു, സംസാരിച്ചു. വൈകിട്ട് ഒരു 8:30 8:45 എന്ന് തോന്നുന്നു വിളിച്ചു. ഞാൻ സംസാരിച്ചു. പറയോട്ടെ എന്താ വിശേഷങ്ങൾ ചോദിച്ചു. എടാ ഇങ്ങനെ കോവിഡ് കാലങ്ങളൊക്കെയാണ്, ഈ സിനിമ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇത് എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇനി സിനിമ ഉണ്ടാവില്ല, ഞാനൊരു സീരിയൽ ചെയ്യുന്നുണ്ട്, നീ തീരുമാനം നിൻ്റെയാണ്, നീ അത് ആലോചിച്ചിട്ട് നീ ഒരു തീരുമാനം പറ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, ഞാൻ സീരിയൽ എന്ന് പറയുന്ന മേഖല ഒട്ടും മോശം മേഖലയൊന്നുമല്ല, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എവിടേക്കാണ് നമ്മളെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഞാൻ അത് ആഗ്രഹിക്കുന്ന ആളാണ്. ഇത്ര വർഷമായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, തീരുമാനം നിന്റെയാണ്, നീ പറയണം എന്ന് പറഞ്ഞു. ഏട്ടാ ഞാനിങ്ങനെ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നത്, നാളെ രാവിലെ പറഞ്ഞാൽ മതി. ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന ഒരാളാണ്, ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുത്ത് ഹിറ്റാക്കിയ ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ സിനിമ ഉണ്ടാവില്ലായിരിക്കും, ഇനി കോവിഡൊക്കെ തന്നെയല്ലേ. എനിക്ക് സീരീസിന് ഇക്കയുടെ വിളി വരുന്നതിന് തൊട്ട് മുന്നുണ്ടായ കോൺവെർസേഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല. അപ്പൊ ഇത് തെരഞ്ഞു പിടിച്ച് എന്നെ വിളിച്ചതാ കേട്ടോ. ആരൊക്കെ പണിയില്ലാണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൊള്ളാം, അങ്ങനെ തെരഞ്ഞു പിടിച്ച് എന്നെ വിളിച്ചൊരു വ്യക്തിയാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയാണ് ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്കൊരു ക്യാരക്ടർ തരും, ഞാൻ അത്ര കഷ്ടപ്പെടുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇനി സിനിമയൊന്നും ഉണ്ടാവില്ല, ഇത് നിന്റെ തീരുമാനം, നിനക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ചു. കോവിഡ് മാറി, നമ്മളെല്ലാവരും പഴയ പോലെയായി, ജീവിതങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എങ്ങും സിനിമ ഷൂട്ടിങ് തുടങ്ങി. അപ്പോഴും ഇദ്ദേഹം സിനിമകൾ ചെയ്യുന്നു, ഹിറ്റാവുന്നു, ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, പുറത്തുനിന്ന് സിനിമ ഇവിടെ വിൽക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കൊച്ചു ക്യാരക്ടറിന് പോലും ഇദ്ദേഹം വിളിച്ചിട്ടില്ല. പിന്നെ നേരിട്ട് കണ്ടോ? ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ
ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ കോഫി കഴിക്കുന്നത് ഞാൻ സംസാരിക്കണമെന്ന് ഞാൻ പോയില്ല. എന്തുകൊണ്ട്? ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിൽ നിന്നും ഒന്ന് കരകയറ്റി വിടാൻ നമുക്കൊരു പുഷില്ല. ഞാൻ അദ്ദേഹത്തെ ഞാൻ കലൂർ കോഫി എന്റെ കണ്ണ് നിറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം അതിന് ശേഷം ഇപ്പോഴും ഒരുപാട് സിനിമകളുടെ സൈഡിലുണ്ട്, ഒരുപാട് സിനിമകൾ എടുത്തു. എന്തുകൊണ്ട് ഒരു കുഞ്ഞു ക്യാരക്ടർ നമുക്ക് തരുന്നില്ല? പുറമേ നിന്ന് നമ്മളെ ഇപ്പൊ മനുവിനെ നോക്കി കാണുമ്പോൾ അറിയാലോ ഇവൻ സിനിമ ആഗ്രഹിക്കുന്നുണ്ടോ. അതെ, ഒരാൾക്ക് ഇവൻ സിനിമ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവൻ 2 സിനിമയോട് പുറത്തു പോകേണ്ടവനാണ്, ഇവൻ സിനിമ ജീവിതമായിട്ട് കാണുന്നുണ്ടോ? നമ്മളെ നോക്കി കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ പിന്നെ നമ്മൾ എത്രമാത്രം സീരിയസ് ആണ് ഈ ഒരു ജോലിയിൽ നിന്ന്. അതെ, തന്നൂടെ? നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ട് അതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് സിനിമ. എന്നെ വിളിച്ചിട്ടില്ല. എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ പിന്നീട് എപ്പോഴെങ്കിലും? എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു സീരിയൽ നമ്മളെ തകർക്കാൻ വിളിച്ചത്? എനിക്കറിയില്ല ഇപ്പോഴും ആ വ്യക്തി എന്താണ് എന്നെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നു, സീരിയൽ മോശമാണ്. കല എന്തായാലും അത് കല തന്നെയാണ്. സീരിയൽ ആയാലോ സിനിമ ആയാലോ ഫിക്ഷൻ ആയാലോ ഷോർട്ട് ഫിലിം ആയാലോ എന്തായാലും അത് ആക്ടിങ് ബേസ് ഉള്ള സാധനം തന്നെയാണ്. അത് ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ കക്ഷി എന്നെ അങ്ങനെ വിളിച്ചതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അതിനുശേഷം ഞാൻ നോക്കിക്കണ്ടു, ഞാൻ അയാളുടെ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഒരുപാട് സിനിമകൾ അതിപ്പോ വരെ വെയിറ്റിംഗ് ആണ്. 2-3 സിനിമകൾ അദ്ദേഹം ഒരു സിനിമയിൽ പ്രമുഖനായ നിർമ്മാതാവാണ് അദ്ദേഹം അല്ലേ? തീർച്ചയായിട്ടും. ഇതാണ് സിനിമാ മേഖല. അപ്പോ ഇതിൽ ഈ പറയുന്ന പോലെ വേണമെങ്കിൽ എനിക്കൊരു ബാക്കപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ വിളിക്കാമായിരിക്കാം. എനിക്കൊന്നുമില്ല, എനിക്ക് വട്ടപൂജ എന്റെ ബാക്കിൽ ഞാൻ നോക്കുമ്പോ. പക്ഷേ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഹൈ തന്നെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഈ പറയുന്ന എന്റെ പ്രാർത്ഥന കൊണ്ടും എന്നെ ജീക്ക വിളിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സാധനം തന്നു. അത് ഒരു നാഷണൽ ലെവൽ റിലീസാണ്. സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ സിനിമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് എന്നെ കാണാൻ പോകുന്നത് ലോകമാണ്. അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം. സാമ്പത്തികമായിട്ട് നല്ലൊരു മെച്ചമൊക്കെ ഉണ്ടായ തീർച്ചയായിട്ടും എനിക്ക് അവകാശപ്പെടുന്ന ശമ്പളം തന്നിട്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ ജോലി ഞാൻ ചെയ്തത്. ഞാൻ അതിൽ ഹാപ്പിയാണ്. ഇനിയിപ്പോ അത് തന്നില്ലെങ്കിലും ഇക്ക വിളിച്ചു പറഞ്ഞ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നല്ല ആത്മബന്ധമാണ്. എനിക്കതിൽ 2 വ്യക്തികൾ തന്നെയായിട്ടാണ് പറയുന്ന 1000 ബേബീസിന്റെ ഡയറക്ടർ നജീം കോയും അതിന്റെ റൈറ്റർ ആറൂസ് ഇർഫാൻ, പിന്നെ ഒരു വ്യക്തിയും കൂടി ഉണ്ട് നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, റാഫി. അപ്പൊ ആളുകൾ ഇനിയും ഉണ്ട് കേട്ടോ, ഞാൻ പേരുകളൊന്നും പറയുന്നൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ. തുടക്ക സമയത്ത് നമ്മൾ പുതിയ കഥാപാത്രങ്ങൾ തേടി ലൊക്കേഷനിൽ പോവുക, ആൾക്കാരെ സമീപിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ സമീപിച്ച ഒരു ചിത്രമാണ് എന്റെ കരിയറിൽ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന ഒരു സിനിമ. ഞാൻ ശരിക്കും കോവിഡ് കാലത്താണ് ടൂർണമെന്റിന്റെ ക്യാമറ ചെയ്ത വേണു അങ്കിള് ഇങ്ങനെ ഈ പറയുന്ന നിരന്തരം ഞാൻ വിളിക്കുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ വിളിച്ചപ്പോൾ ഞാൻ വേണുങ്ങളെയും വിളിച്ചപ്പോൾ വേണുങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒരു കാപ്പ എന്ന് പറയുന്ന ഒരു ഫിലിം വരുന്നുണ്ട്, നീ അതിനകത്തൊരു ക്യാരക്ടർ ഒരു ഗോവയിലുള്ള IPS ഓഫീസർ SP ആണ്. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അപ്പൊ അങ്കിളിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിളിക്കാം, നീ അതിനുള്ള ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ സിനിമയുടെ അതേ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ സിനിമ മാറി. പിന്നെ ഷാജിയാണ് ഡയറക്ട് ചെയ്തത്. അങ്ങനെ ഞാൻ രാജേഷനെ കാണാനായിട്ട് വെറുതെ, വേറെ പണിയൊന്നുമില്ല, കാപ്പ ലൊക്കേഷൻ തിരുവനന്തപുരത്താന്ന് എനിക്കറിയാം. എനിക്ക് രാജേഷനെ കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവിടെ എത്തി. രാജേട്ടൻ ഇരു കഴിവുകളോട് നമ്മൾ സ്വീകരിച്ചു. ഒരുപാട് നേരം രാജേട്ടൻ എന്നോട് സംസാരിച്ചു, ഷാജിയേട്ടൻ എന്നോട് സംസാരിച്ചു. ഞാൻ രാജേട്ടനെ കണ്ടു. മുന്നിങ്ങനെ പറഞ്ഞിരുന്നു, ഇത് മാറി, ഡയറക്ടർ മാറി, ക്യാരക്ടറുകൾ മാറി. പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഒരു സങ്കടമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ, മറ്റേ അന്വേഷിപ്പിൻ കണ്ടെത്തിന്റെ പ്രൊഡ്യൂസർ ഡോൾവിൻ ചേട്ടൻ. ഞാൻ ഡോൾവിൻ ചേട്ടൻ അടുത്ത് ഒരുപാട് സംസാരിച്ചു. എനിക്കറിയാം മനു ചെയ്ത സിനിമകളെല്ലാം നല്ല സിനിമകളാണ്, നല്ല വലിയ ആളുകളുടെ സിനിമകളാണ്. പക്ഷെ സിനിമകൾക്ക് പറ്റിപ്പോകുന്ന മനുവിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല, അത് സിനിമയുടേതായ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഡോൾവിൻ ചേട്ടനും ഞാനും ഒരു വാഴത്തോപ്പിൽ നിന്നിട്ടാണ് ഒരുപാട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സംസാരിച്ച് എന്നെ ഡോൾവിൻ ചേട്ടന്റെ കാറിൽ തന്നെ ബസ് സ്റ്റോപ്പിലാക്കി തന്നു. ഞാൻ ബസ് കയറി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നേരെ എറണാകുളത്തേക്ക് എത്തി. അങ്ങനെയാണ് ഞാനിങ്ങനെ അറിഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ ഡോൾവിൻ ചേട്ടാ, ഞാൻ കുറച്ച് ഹാർഡ് വർക്കിലാണ്, കുറച്ച് സ്ട്രഗിളിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, ഞാൻ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. എനിക്ക് അതിന് 2-3 ഓടി
രസകരമായിട്ട് മനസ്സിൽ തട്ടുന്നൊരു ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികം ഉണ്ടാകാൻ വഴിയില്ലേ? എനിക്ക് തോന്നുന്നു ഒന്നുമല്ല, ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചാൻസ് ചോദിച്ചു പോയി, ഓഡിഷൻസ് കഴിഞ്ഞ് സിനിമ തുടങ്ങി ഓക്കെ ആണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അയ്യോ അവരെന്തുകൊണ്ടാണ് നമ്മളെ സിനിമയിൽ വിളിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ആ സിനിമയിൽ ചിലപ്പോൾ എന്നെ ആവശ്യം ഉണ്ടാവില്ല, എൻ്റെ ഈ മുഖവും അല്ലെങ്കിൽ എൻ്റെ ഈ അഭിനയവും ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അന്ന് ഞാൻ ഇതോർത്ത് ഒരുപാട് വിലപിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ട് നടന്നിട്ടുണ്ട്. നമുക്കിതൊന്നും പറയാൻ ആരുമില്ല. എൻ്റെ സങ്കടങ്ങളും എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെ എന്നിലൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നീട് എൻ്റെ ഒരു സങ്കടവും ബുദ്ധിമുട്ടും ഒരിക്കലും ആ സന്തോഷമാവുന്നത് അത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ഞാൻ അതൊക്കെ തിരിഞ്ഞു നോക്കിന്ന് കാണുന്നത് ദൈവം അങ്ങനെ പറ്റിപ്പോയത് ഇന്ന് എനിക്കിങ്ങനെ സന്തോഷിക്കാനാണ്. ഈ പറയുന്ന ഈ ടൂർണമെന്റ് മുതൽ അന്വേഷിപ്പിൻ വരെ എനിക്ക് തോന്നുന്നു എൻ്റെ പഠനമാണ്. അതിലെല്ലാത്തിലും മനു ഉണ്ടായിരുന്നു. അത് ആ ബോബിയിലും മുനീറിലും പിന്നെ കൃഷ്ണനിലും ഉമ്മറിലെ എല്ലാത്തിലും, ഇപ്പൊ ഡബിൾ ബാരൽ ചെയ്താലും മെക്സിക്കൻ ചെയ്താലും എനിക്ക് തോന്നുന്നൊരു പരിധി വരെ എല്ലാത്തിലും മനു ഉണ്ട്. ഞാൻ എന്നെ പറിച്ചു കളഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അതിനു വേണ്ടി എൻ്റെ ഇത്രയും വർഷത്തെ ഞാൻ അഭിനയിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇനി വരേണ്ടത് എന്ന് എനിക്ക് സ്വയം തോന്നിയത് 1000 ബേബീസിലാണ്. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തന്നത് എനിക്ക് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. എന്താ കഥാപാത്ര പ്രത്യേകതകൾ? എനിക്ക് കൂടുതലൊന്നും പരാമർശിക്കാനായിട്ടുള്ള അനുവാദമില്ലെങ്കിൽ ഞാൻ പറയാം, ഒരു ദേശം നോക്കി കാണുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഒരു പാലക്കാടാണ് ഞാൻ. അപ്പോൾ ആ ദേശത്ത് നോക്കി കാണുന്ന, അല്ലെങ്കിൽ ആ ദേശം എങ്ങനെയെങ്കിലും നന്നാക്കണം, എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. നല്ല രസമുള്ള, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മുന്നേ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സിനിമയിൽ കുറച്ചും കൂടി സജീവമായിരുന്നു, നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാകാമായിരുന്നു. പക്ഷെ അതിന് സമയം ആയിട്ടുണ്ടാവുള്ളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ധൈര്യമായിട്ട് ഇത് കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്ത ഒരു പ്രൊജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിക്കാം. 1000 ബേബീസിൽ ഞാൻ ദേവൻ കുപ്ലേരി എന്നാണ് ക്യാരക്ടറുടെ പേര്. ഇതിലൊരു ചെറിയൊരു ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എനിക്കൊരു ചാൻസ് തരുമെന്ന് എനിക്ക് യാചിക്കാം. ആരെടുത്ത് വേണേ കൊണ്ടും എനിക്ക് കാണിക്കാം. എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇക്ക പറയും ചെയ്തു കേട്ടോ. കഴിഞ്ഞിട്ട് നീ നന്നായി ചെയ്തിട്ടുണ്ട്, നിനക്ക് പച്ചരി തിന്നാൻ പറ്റില്ലെങ്കിലും റേഷനരി ജീവിക്കാം പറ്റും, നീ ധൈര്യമായിട്ടിരുന്നോ, അടിപൊളിയാടാ, നീ നന്നാവും എന്ന് ഇക്ക ഒരുപാട് ബ്ലെസ് ചെയ്തു തന്നെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒന്നും സിനിമയിൽ ആരും ഉണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയൊരു എന്നെ ചീത്ത പറയാനും എനിക്ക് നല്ലത് പറഞ്ഞു തരാനും ഒക്കെ എന്നോട് സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ജിക്ക. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും നല്ല പോർട്ട്ഫോളിയോ ആയിട്ട് എനിക്ക് കാണിക്കാം 1000 ബേബീസ് എന്ന് പറയുന്ന സീരീസിലെ ദേവൻ കുപ്ലേരി എന്ന എൻ്റെ ക്യാരക്ടർ. ഈ തൃശ്ശൂർ പൂരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? തൃശ്ശൂർ പൂരത്തില് ഞാൻ ഫ്രൈഡേ സിനിമ നിർമ്മാണ കമ്പനിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു ഫ്രൈഡേ. അതിൽ ഹീറോ ആയിരുന്നു ഞാൻ. ഹീറോ എന്ന് പറയുമ്പോൾ ഞാനിവിടുന്ന് ഹീറോ മാത്രം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ അതിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തൊരു സിനിമയാണ്. അപ്പം അങ്ങനെ വിജയേട്ടനായിട്ടൊരു കോണ്ടാക്റ്റും ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുന്നതിന് മുന്നേ ഈ പറയുന്ന വിജയനെ നിരന്തരമായിട്ട് വിളിക്കാറുണ്ട്. ഞാൻ ഫ്രൈഡേ ഫിലിം ഹൗസിൽ പോകാറുണ്ട്, കയറി ഇറങ്ങാറുണ്ട്, വിനിയേട്ടനെ കാണാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജയേട്ടനും എല്ലാവരും ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ എപ്പോഴോ ആണ് എൻ്റെ കോള് അവിടെ കയറി വരുന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ എന്താണ് വിജയേട്ടൻ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം, ഞാൻ എങ്ങനെയാവുന്ന ഇതിൽ കണ്ണനാവുന്ന ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പലപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്, വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സമയമായിട്ടില്ല, നിന്നെ വിളിക്കാം, നിനക്കുള്ള സാധനം വരുമ്പോൾ വിളിക്കാം എന്ന് പറയുമ്പോൾ ഇരിഞ്ഞാലക്കുട എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൂടുതൽ മാണിക്ക അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ആ കോള് ഞാൻ ചെയ്യുന്നത്. ആ കോള് ഞാൻ ചെല്ലുമ്പോൾ, ആ കോള് ചെന്ന് വീഴുമ്പോൾ വിജയേട്ടൻ പറഞ്ഞത്, നിന്റെ കോള് വരുമ്പോൾ ജയസൂര്യ, ഞാൻ, പ്രൊഡക്ഷൻ കൺട്രോൾ, ഷിബു സുശീൽ എല്ലാവരും ഇരിക്കുമ്പോൾ കറക്റ്റ് ആളെത്തി, ആ ക്യാരക്ടറിന് പറ്റിയ ആളെത്തി എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു അനിയൻ ക്യാരക്ടറാണ് വേണ്ടത് അതിന്. കറക്റ്റ് ആളെത്തിയതേ മനു എന്ന് പറഞ്ഞു. അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞൊരു സാധനമുണ്ട്, നിന്റെ ബാക്കി കാര്യങ്ങൾക്ക് അറിയാം, തൃശ്ശൂർ എന്നാണ് പടത്തിന്റെ പേര്, ജയസൂരുടെ അനിയനായിട്ടാണ് പറഞ്ഞു. ശരി ചേട്ടാ, സന്തോഷം. അങ്ങനെയാണ് ഞാൻ അതിൽ വന്ന് വീഴുന്നത്. അതെ, ജയസൂര്യയുടെ ഒരു സൗഹൃദമൊക്കെ ഒന്ന് പറയാം. ജയേട്ടൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്.
സൗഹൃദങ്ങളുണ്ടാവും, അങ്ങനെ പോകും, വല്ലപ്പോഴും വിളിക്കും. ഇപ്പൊ അദ്ദേഹത്തിനെതിരെ ഒന്നുള്ള ആരോപണങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അങ്ങനെ? ഞാൻ ഇതിലൊന്നും പറയാനായിട്ട് ആളല്ല, എല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ്. ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ആളുകളാണ്, ഉണ്ടായാൽ അതിനുള്ള ശിക്ഷകൾ അവർക്ക് ലഭിക്കട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ. വിജയഭാവും അതുപോലെ തന്നെ ഒരു ആരോപണത്തിന്റെ പറ്റിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഇതൊന്നും നമ്മളെ ആളല്ല, ഇതൊക്കെ അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളാണ്. അല്ലേ, നമ്മളൊന്നും അതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. തീർച്ചയായിട്ടും. അയ്യോ, നമ്മളെ താഴേക്കടയിൽ ജീവിക്കുന്ന ആളാണ്. നമ്മൾ ഇത്രയും സിനിമ ചെയ്തെങ്കിൽ നമ്മൾ സിനിമയിൽ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോഴും അടിത്തട്ടിൽ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും പറയാൻ, നമ്മൾ കാണുക, നാളെ ഇങ്ങനെ ആവാതിരിക്കുക എന്നുള്ള പാഠമാണല്ലോ നമുക്ക് കിട്ടുക, അല്ലെ? ഒരു ഹേമ കമ്മിറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു നിർദ്ദേശം വന്ന് പാലിക്കണ്ടേ? തീർച്ചയായിട്ടും പാലിക്കണ്ടേ. അതിപ്പോ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇതിൽ ജോലി ചെയ്യുന്നത്, പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളുണ്ട്. ഇവരുടെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള വലിയ ചുമതലയല്ലേ. അപ്പൊ ഈ ഒരു കമ്മിറ്റിയുടെ രൂപീകരണം വലിയ കാര്യം തന്നെയാണ്, നല്ലതല്ലേ? അത് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണ്ടേ? അതെ. ഈ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന ഈ ആരോപണങ്ങള്, സ്ത്രീകളെ മുന്നോട്ട് വയ്ക്കുന്ന ചില ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ, സുരക്ഷിതരല്ല, ഈ സെറ്റുകളിലും മറ്റുമൊക്കെ ഒരു സ്ത്രീകളുടേതായിട്ടുള്ള ഒരു, അവർക്ക് വേണ്ട ചില സംരക്ഷണങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന. അല്ല, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന രൂപീകരണവും കാര്യങ്ങളൊക്കെ വന്നത്. അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണ് എന്റെ സെറ്റിൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ സ്ത്രീ അടിച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം പ്രതികരണം സ്ത്രീകൾക്ക് ഉണ്ടാവുക. എന്റെ സെറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ എനിക്ക് പറയുന്നതിന് വിരോധമൊന്നുമില്ല കേട്ടോ. ഉള്ള കാര്യം തുറന്നു പറയുന്ന ഒരാളാണ്. എനിക്ക് യാതൊരു വിരോധവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ലാസ്റ്റ് 1000 ബേബീസിൽ വരെ ഞാൻ വർക്ക് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം അല്ലെങ്കിൽ ഞാൻ ഇതുവരെ നോക്കി കണ്ടിട്ടില്ല. ഉണ്ടായവരാണല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതെ. ഈ WCC ഉണ്ടല്ലോ, സ്ത്രീകളുടെ കൂട്ടായ്മ, അതിനൊക്കെ എങ്ങനെയാ കാണുന്നത്? അങ്ങനെ ഒരു സ്ത്രീകൾ കുറച്ച് പേര് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വിപ്ലവങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പോലും അവരാണ് അതിനെ തീ കൊളുത്തി വിട്ടത്. ഞാനിപ്പോ നിങ്ങളെ കത്തിക്കാന്നല്ല, നമ്മളതിന് കാര്യങ്ങൾ സിനിമയില് നമ്മൾ നിൽക്കുന്ന ഒരാൾ, ഇപ്പൊ ഞാനും സിനിമ പ്രവർത്തകനാണ്, സംഘടനയിലൊക്കെ അംഗത്വമാണ്. പക്ഷെ ചില കാര്യങ്ങൾ പരാമർശിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ലൈവായിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാലും നമ്മൾ ചർച്ച ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ നമ്മുടെ നിലപാട് പറയാന്ന് മാത്രമേ ഉള്ളൂ, അഭിപ്രായം പറയുക, ആരെ ഉപദ്രവിക്കാനും രൂപീകരണം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് സ്ത്രീകളുടെ തീർച്ചയായിട്ടും അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രൂപീകരണമാണ്. നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ ഒരു ഇഷ്യൂസ് ഉണ്ടായ, നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും തീർച്ചയായിട്ടും, ഇല്ലേ? അപ്പൊ അങ്ങനെ രൂപീകരണം ഉണ്ടാവട്ടെ. അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ കെയറിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പൊ അതിനുശേഷമാണ് പല സിനിമാ സെറ്റുകളിലും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അല്ല, അത് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. തീർച്ചയായിട്ടും. കാരണം അവരെന്നല്ല, ആരായാലും സിനിമയുടെ നല്ലതിന് വേണ്ടി ആര് ഒരുമിച്ച് നിന്നാലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ വേണ്ട, ആരെ വിമർശിക്കാനും നമ്മൾ ഒരുക്കമല്ല. നമ്മൾ സ്വതന്ത്രമായ അഭിപ്രായം നമുക്ക് പറയാം. അതെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ രൂപീകരണം ഉണ്ടായത് നല്ലത് തന്നെയാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതുവരെ ചിലപ്പോൾ ഇതുപോലെ അനുഭവിച്ചിട്ടായിരിക്കാം അങ്ങനെ രൂപീകരണം വന്നത്. ഇനി ഇവിടെ ഞങ്ങൾ ഉണ്ടാവരുത് അവർക്ക് വേണ്ടിയിട്ടുള്ള. അല്ല, ആ ഒരു നീക്കങ്ങളെല്ലാം നല്ലതായിട്ട് നമുക്ക് കാണാം. തീർച്ചയായിട്ടും അത് നല്ലതായിട്ട് തന്നെ നോക്കിക്കാണാൻ പറ്റും. ഈ ഓരോ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ മനു എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ആ കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്തൊക്കെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ഞാൻ ലാൽ ക്രിയേഷൻ ബാനറിലാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ലാൽ സാറ് ഡയറക്ട് ചെയ്ത മൂവി. ലാൽ ക്രിയേഷൻ ബാനർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും അഹങ്കാരമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സിനിമ ഒരു ബാനറിൽ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വലിയ 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 സന്തോഷമുണ്ട് എനിക്ക്, സത്യം പറഞ്ഞാൽ. അപ്പൊ എന്നോട് ഇങ്ങനെ ഓഡിഷനൊക്കെ കഴിഞ്ഞപ്പോൾ അവർ സത്യം പറഞ്ഞാൽ തൃശ്ശൂർക്കാരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയോ ദൈവം അത് ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തുന്നു. ജസീർ മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ക്രിയേറ്റീവ് ഹെഡിനെ ഞാൻ പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ഓഡിഷനുണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഓഡിഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ തൃശ്ശൂർക്കാരനെയാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഓൾമോസ്റ്റ് കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം 10-12 ഓഡിഷൻസ് കഴിഞ്ഞിട്ട് പറഞ്ഞു കുറച്ചും കൂടി സ്ലാങ് ബെറ്റർ ആക്കണം. എനിക്കൊരു തൃശ്ശൂർക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രോപ്പറായിട്ട് തൃശ്ശൂർക്കാരൻ എന്തുകൊണ്ടാണ് കടിയേ എന്നൊക്കെ ഞാൻ സംസാരിക്കും. എനിക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നീ എന്തൊരു തേങ്ങേണ്ട പറയണെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ നേരെ മറിച്ചൊരു കൊച്ചിക്കാരനും കൊച്ചിയിൽ ഞാൻ വന്നാൽ എനിക്ക് ഒരിക്കലും തൃശ്ശൂർ ഭാഷ വരില്ല. ഞാൻ തിരുവനന്തപുരം പോയാലും എനിക്ക് തൃശ്ശൂർ ഭാഷ വരില്ല. എൻ്റെ അമ്മയുടെ തൃശ്ശൂരാണ്. എനിക്ക് തൃശ്ശൂർ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണം നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി ബെറ്റർ സാധനം പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെയിൻ ഒരു പോയിന്റ് കിടക്കുന്നത് അരിച്ചന്തയാണ്.
അരിച്ചന്തയിൽ പോയാൽ കറക്റ്റ് സാധനം കിട്ടും. അപ്പൊ അതിൽ വണ്ടി കുണ്ടി ചാടിയിടൊന്നും പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ രാവിലെ ടൂർണമെന്റ് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ആദ്യത്തെ സിനിമയാണ്, കുറച്ചും കൂടി സ്ലാങ് ബെറ്റർ ആക്കണം, നന്നാക്കണം എന്നൊക്കെ ഒരു ഇതുകൊണ്ട് ചോറും പാത്രത്തിൽ ചോറൊക്കെ അമ്മ ചോറ് തരും. നേരെ ബസ് കയറി തൃശ്ശൂർ ശക്തനിൽ പോയിട്ട് ഇറങ്ങി അരിച്ചന്തേ വന്നിട്ട് നിൽപ്പാണ്. ഇവരെന്തൊക്കെയാണ് പറയുന്നത്, എന്തൊരുത്തെ തെറികളായിരിക്കാം, ചിരികളായിരിക്കാം, അവരുടേതായ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളായിരിക്കാം. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പഠിച്ച് അത് അങ്ങനെയാണ് ഞാൻ ബോബിയായത്. നേരെ മറിച്ച് ഈ പറയുന്ന 1000 ബേബീസിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ ട്രാവൽ ആണ് കേട്ടോ. ഈ പറയുന്ന സിനിമകൾ, ഈ പറയുന്ന ചില സിനിമകൾ ഇതിന് ആവശ്യകതയായിട്ട് വരും. ഞാൻ ഈ അടുത്ത ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ഒന്നും ഞാൻ ആളൊന്നുമല്ല. ഈ ഒരു സിനിമ കണ്ടപ്പോൾ വലിയൊരു ഡയറക്ടർ ഒരു മൂവിയിൽ അത്യാവശ്യം ഒരു പോലീസ് ഓഫീസറായ ഒരു ആർട്ടിസ്റ്റ് സംസാരിക്കുന്ന വളരെ ലോക്കലിസം ചെയ്ത ഒരു സ്ലാങ്ങാണ്. നീ പാലക്കാട്ടുകാരനാ, അപ്പോൾ നീ അത് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ബിജുവേട്ടൻ്റെ സിനിമയാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞ് ഇത് രണ്ടും എങ്ങനെ ഞാൻ പറയും, ഇത് പഠിക്കാണ്ട്. അപ്പോൾ ഇതെങ്ങനെ പറയും എന്ന് പഠിച്ചോ, നീ അഭിനയിക്കാൻ നടക്കണതല്ലേ, നിനക്ക് അഭിനേതാവണ്ടേ, നിനക്ക് ലൈഫിൽ സെറ്റിൽ ആവണ്ടേ, നീ പഠിച്ചോ, എവിടെയാണെന്ന് വെച്ചാൽ പഠിച്ചോ, സമയമുണ്ട് എന്ന് പറഞ്ഞു. അതിന് വേണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടുന്ന് മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദേവൻ കുപ്ലേരി എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇക്ക ഇത് പലരോടും പറയുമ്പോൾ എൻ്റെ പേരാ പറയുന്നത്, മനുവാണ് ചെയ്യുന്നത്, ഫ്രൈഡേയിൽ എൻ്റെ നായകനാ ചെയ്യണേ. അപ്പൊ ഇക്ക ലാസ്റ്റ് പറഞ്ഞു എന്നോട്, എല്ലാവരും മനു എന്നോട് ചോദിക്കുന്നുണ്ട് ദേവൻ കുപ്ലേരി ആരാ ചെയ്യുന്നത്. ഞാൻ വളരെ അഭിമാനപൂർവ്വം വളരെ ധൈര്യത്തോട് പറയുന്നുണ്ട് നീയാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ എന്നെ എയറിലായി. ഇത് വലിയൊരു മുൾക്കിരീടമാണ് എൻ്റെ തലയിൽ നിന്ന് വരുന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഇത്രയും വലിയൊരു ക്യാരക്ടറാണെന്ന് അറിയില്ല. ദേവൻ കുപ്പേരി അല്ലേ, അത് ഞാൻ ചെയ്തോളാം, ഞാൻ മാനേജറോട് വെച്ചിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായി ഞാൻ ചെറിയൊരു സാധനമല്ല ഞാൻ ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് കൈവറയാണ് ഉള്ളിൽ വരെ. ഞാൻ ഇതെങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ കയറി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനിപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ റീഡബിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇക്കടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കണേ, എങ്ങനെ വിശ്വസിച്ചിട്ട് നെജിക്ക് എനിക്കിത് തന്നേ, ഞാനത് ചെയ്യും ഇക്കാക്കി അറിയാം. എൻ്റെ ഉള്ളിൽ ഞാൻ ഇക്കോട് ചോദിക്കുക, ഇത് എഴുതിയ ആറോസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ ഇവൻ എന്നെ കാസ്റ്റ് ചെയ്തു. മറ്റേതിലേക്ക് ഞാൻ വരാട്ടോ. ഇതിൽ കാസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ വല്ലപ്പോഴും വാട്സപ്പിൽ എൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്ന ആളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇക്ക ആറോസിനെ വിളിച്ചിട്ട് ഞാൻ ഇവരുടെ ഓഫീസിൽ പോയപ്പോൾ വലിയൊരു ബോർഡിൽ 1000+ ബേബീസിൽ എത്ര പേര് അഭിനയിക്കുന്നു അവരുടെ ഫോട്ടോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ട്. ഞാൻ പണ്ട് എപ്പോഴോ സ്റ്റാറ്റസ് ഇട്ട ഫോട്ടോ. അപ്പൊ ഞാൻ ആറോസിനോട് ചോദിച്ചു, ഇതെന്താ ഫോട്ടോ വെച്ചേക്കണേ? ഇതാണ് ദേവൻ കുപ്ലേരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നീ കുപ്ലേരി ആവുന്നേ, ആ ഫോട്ടോയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു ഇത് പഠിക്കുക, കറക്റ്റായിട്ട് പഠിക്കുക, എവിടെ വെച്ച് പോയിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം ഡ്രസ്സ് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സിനിമയിൽ എങ്ങനെ ഞാൻ ക്യാരക്ടർ ആവുന്നത്. ഞാൻ ഡ്രസ്സ് എടുത്തു, പാക്ക് ചെയ്തു, ഞാൻ വീട് വിട്ടിറങ്ങി. ഞാൻ പാലക്കാട് പോയി താമസിച്ചു. എൻ്റെ ഒരു കസിൻ സുബിൻ എന്ന് പറയുന്ന ഒരു കക്ഷി പാലക്കാട് കൊണ്ട് സ്റ്റേ തന്നു, ഭക്ഷണം തന്നു, ഇന്ന കാര്യങ്ങൾ എവിടെ വെച്ചാൽ പോയിക്കോ, പഠിച്ചോ. എനിക്ക് സുബിൻ ചേട്ടനെ മറക്കാൻ പറ്റില്ല, സുബിയേട്ടനെ. അങ്ങനെ തത്തമംഗലം, പാലക്കാട് ടൗണിലെ ധർണ സമരം, എവിടേക്കോ പോയിരുന്നിട്ടൊക്കെയാണ് ഞാൻ ആ ഭാഷ ഞാൻ ഒന്ന് പിക്ക് ചെയ്യാൻ പഠിച്ചത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഞാൻ എന്നിൽ കഴിയുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഡിസ്നി ഹാപ്പിയാണ്, നെജിക്ക ഹാപ്പിയാണ്, ആറോസ് ഹാപ്പിയാണ്, ഓൾമോസ്റ്റ് ആ ക്രൂ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെയാ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും നാള് സിനിമയ്ക്ക് വേണ്ടി എടുത്തതിനേക്കാളും ഡബിൾ എഫക്ട് എനിക്ക് തോന്നുന്നു അത്രയും കഷ്ടപ്പാടും അത്രയും ത്യാഗവും ഞാൻ 1000 ബേബീസിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട് പോയിട്ട്. കാരണം ഇവൻ എന്ത് കോപ്രായ ഈ സ്ക്രീനിൽ കാണിക്കുന്നതെന്ന് പറയിക്കാൻ പാടില്ല എന്ന് എന്റെ വാശിയാ. കാരണം ഞാൻ അവിടുന്ന് തുടങ്ങിയതാ. ഞാൻ അവിടുന്ന് തുടങ്ങിയ വ്യക്തി ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോ ഇതുവരെ പഠിച്ചില്ല ഇവൻ ഒന്നും അറിയില്ലല്ലോ എന്ന് എനിക്ക് പറയാൻ പാടില്ല എന്നല്ല എനിക്കറിയാം. പിന്നൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഫ്രൈഡേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫഹദ് ഉണ്ടായിരുന്നു. ഞാൻ ബയ്യാന്ന് വിളിക്കുക, ബയ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ബയ്യ നെജിക്ക നന്നായിട്ടുണ്ടെന്ന് നെജിക്കയുടെ വായിൽ നിന്ന് വരാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇത് അന്ന് ഞാൻ നോക്കി മനസ്സിലാക്കിയ ഒരാളാണ് കേട്ടോ. നെജിക്ക എത്ര നന്നായാലും ഇങ്ങനെയുള്ളൂ, വേറെ ഒന്നും ഇക്കയുടെ ഭാഗത്തു നിന്ന് നോക്കേ വേണ്ട. ഇങ്ങനെ മൂളിയാൽ വിചാരിച്ചു ഭഗവാനെ നന്നായിട്ടുണ്ട്. അന്ന് ബയ്യ ഒരു സാധനം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊള്ളാമല്ലേ അവൻ നന്നായി ചെയ്തിട്ടുണ്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഇങ്ങനെ നോക്കി കാണാം, എന്നാ നമ്മുടെ അടുത്ത് പറയാ ഭഗവാനെ, എന്നാ ആ ഒരു വേർഡ് നമുക്ക് കിട്ടുക.
നജീക നല്ലപോലെ സ്റ്റോറി ടെൽ ചെയ്യുന്ന ആളാണ്, നല്ലപോലെ കോമിക് പറഞ്ഞു തരുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇത്രയും നല്ലപോലെ സബ്ജക്ട് നമ്മുടെ അടുത്ത് നരേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ടായിട്ടില്ല. കഥ പറയുന്നത് പോലെ, സിനിമ കാണുന്നത് പോലെ നമുക്ക് കഥ പറഞ്ഞു തരും. അപ്പൊ നമ്മളിതൊക്കെ നോക്കി കാണാൻ, നജീഖാനെ നോക്കി കാണുകയാണ്. പക്ഷെ സീരീസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ നന്നായിട്ടുണ്ട്, നീ കൊള്ളാം, ഇത് നീ പൊളിക്കും എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പിന്നെ എനിക്ക് ഒന്നുമില്ല, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഞാൻ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എനിക്കത് നന്നായി ചെയ്യാൻ പറ്റിയ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അത് നന്നായി ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അസോസിയേറ്റ് സുനിൽ കാര്യാട്ടേരായിരുന്നു. സുനിലേട്ടൻ എന്നെ ലൊക്കേഷനിൽ അഴിച്ചു വിട്ട വ്യക്തിയാണ്. 2 days കഴിഞ്ഞപ്പോൾ, നീ എന്ത് വേണേ ചെയ്തോ, നീ അടിപൊളിയാണ്. സുനിലേട്ടൻ്റെ അടുത്ത് എനിക്ക് അത്ര കടപ്പാടുള്ള വ്യക്തിയാണ്. റൈറ്റർ ആറോസ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കണ്ട് ഇടിയ, ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുക പോലുമില്ല, അന്നും ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ എനിക്ക് വേണ്ടി അവൻ എഴുതി വെച്ചത് അതെന്തോ വല്ലാത്തൊരു സ്നേഹമാണ്. അത്ര ഗംഭീരമായിട്ട് അവൻ എന്നെ അതിൽ ദേവൻ കുപ്ലേരി എഴുതി വെച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ആറോസ്. ഈ സിനിമയിൽ ഇപ്പോൾ കുറച്ച് പേരാണ് ഇങ്ങനെ നായക നിരയിൽ നിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ള നിഴൽ നായകരായിട്ട് നായകനായി വന്ന ആളാണ് കേട്ടോ. അതെ അതെ. എന്തുകൊണ്ടാണ് വീണ്ടും ഞാൻ ചോദിക്കുന്നത് ഈ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരാൻ? എനിക്കിപ്പോഴും അതെനിക്ക് അറിയുന്നില്ല. ഇപ്പൊ സിനിമകളുടെ സ്റ്റൈലുകൾ മാറി. ഞാനൊരു ന്യൂ ജനറേഷൻ സിനിമ എന്നല്ല പറയുന്നത്. സിനിമകളുടെ സ്റ്റൈലുകൾ മാറി, കഥകൾ മാറി, ആർട്ടിസ്റ്റുകൾ മാറി, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ടൂർണമെന്റിൽ നമ്മൾ ഹീറോ ആയി എന്ന് വിചാരിച്ച് അടുത്ത എല്ലാ സിനിമകളിലും ഞാൻ ഹീറോ ആണെന്ന് എനിക്ക് ഒരു വാശിയില്ല. അതൊരു ആർട്ടിസ്റ്റിന്റെ നല്ലൊരു സ്വഭാവമേ അല്ല. അതായത് നമ്മൾ ഒരു സിനിമ, ഒരു വലിയൊരു സിനിമയിൽ ഒരു കുഞ്ഞൊരു ഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതിനൊപ്പം നമുക്ക് രണ്ട് സിനിമ കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ മുഖ്യധാരയിൽ എത്തുന്ന വിഷയം എന്ന് പറയുന്നത് സിനിമ എന്താണെന്ന് മനസ്സിൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഒന്ന് കിഡാണ്. ടൂർണമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടണം, ആ ഗ്യാങ്ങിൽ പെടണം, അല്ലെങ്കിൽ അവരിൽ ഒരാളാവണം. കുറെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇവിടെ സിനിമ സംഭവിക്കുന്നത് ഞാൻ നോക്കി പവർ ഗ്രൂപ്പിലൊക്കെ പെടണം. തീർച്ചയായിട്ടും ചിലപ്പോൾ പെടേണ്ടി വരും. അപ്പോ ഞാൻ ഇപ്പോഴാണ് ഒരു ട്രാക്കിലായത്. പണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ പോയിട്ട് ജോലി എടുക്കാൻ പോയ ആളാ. എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ അമ്മ ദുബായിക്ക് വിട്ടത്. നീ രക്ഷപ്പെട്, പണിയെടുക്ക് പോയിട്ട്. അന്ന് വലിയ വിദ്യാഭ്യാസമായിട്ടൊന്നുമില്ല, ജീവിക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ, കല്യാണം കഴിക്കണ്ടേ, വീട് വെക്കണ്ടേ, പോയി രക്ഷപ്പെട്. ഞാൻ അവിടെ പോയിട്ട് ഒരു ജോലിക്കും പോവില്ല, ഒരു ഇന്റർവ്യൂവിനും പോവില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സിനിമയാണ് എൻ്റെ ജീവിതം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നോണ പറഞ്ഞ് നാട്ടിക്ക് വന്നു ഞാൻ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ അത്രയും സിനിമ തിരിച്ചു വന്നു, നമ്മൾ സിനിമ ചെയ്യുക. അതിൽ നമ്മൾ മുഖ്യധാരയിലേക്ക് വരുമോ അല്ലെങ്കിൽ ഞാൻ നായകനോ ഒന്നും എനിക്കറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ നാളെ 1000 ബേബീസ് കഴിഞ്ഞിട്ട് എനിക്കൊരു സിനിമ വന്നു അല്ലെങ്കിൽ അടുത്ത സീരീസ് വന്നു, മനു നീ നായകനല്ല കേട്ടോ. എൻ്റെ ചോദ്യം അടുത്ത് ഇത്രയേ ഉള്ളൂ, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇത് കണ്ടിട്ട് അടുത്ത സിനിമ എനിക്ക് കിട്ടുമോ? കയ്യടി കിട്ടുമോ? അതേ ഉള്ളൂ. ഇത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് പോരെ ഒരു ആർട്ടിസ്റ്റിന്? അത് മാത്രം മതി. തീർച്ചയായിട്ടും ഞാൻ അതിൽ കോൺഫിഡന്റ് ആണ് ഞാൻ. അല്ലാതെ എന്നും നായക ഇവിടെ വില്ലന്മാർക്ക് ജീവിക്കണ്ടേ, ക്യാരക്ടർ റോൾസ് ചെയ്യണ്ടേ. ഞാൻ അതുപോലത്തെ ഒരു സാധനം വെബ് സീരീസ് ചെയ്യുന്നത്. അത് ജനങ്ങൾ കാണട്ടെ. ഞാൻ വെയിറ്റിംഗിലാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ സാധനം വരാൻ വേണ്ടിയിട്ട്. ഞാൻ അതേപോലെ പണിയെടുത്തിട്ടുണ്ട് ആ സാധനത്തിൽ. ഓൾ ക്രൂ വെയിറ്റിംഗ് ആണ് 1000 ബേബീസിന് വേണ്ടിയിട്ട്. എന്തായാലും നല്ല കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഓർമ്മകളിൽ തന്നെ താലോലിക്കുന്ന തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകാൻ കഴിയട്ടെ. വലിയ സ്ക്രീനിൽ വലിയ താരവിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സിനിമയുടെ ഭാഗമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും 1000 ബേബീസ് കാണണം. അവർ കാണാത്തവരടുത്ത് പറയണം. അത്യാവശ്യം വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വർക്കാണ്. ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത്. ഒരുപാട് ആളുകളുടെ കരിയർ തീരുമാനിക്കുന്ന ഒരു സിനിമയാണ് 1000 ബേബീസ് എന്ന് പറയുന്ന വെബ് സീരീസ്. അത് കാണുക, അനുഗ്രഹിക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.